Dear students, in our last class we are already discussed about sacrificing ratio. Now we are moving to our next session, goodwill. നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാണുന്ന സമയത്ത് പറഞ്ഞു ഗുഡ്വിൽ എന്ന് പറയുന്നതിൻ്റെ കാൽക്കുലേഷൻ വേണമെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സാക്രിഫൈസിങ് റേഷ്യോ കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ പലപ്പോഴും നമുക്ക് എന്താ അറിഞ്ഞിരിക്കണം? ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോൻ്റെ കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സും പരസ്പരം കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ് പോകാനുള്ളത്, ഗുഡ്വില്ലിലേക്ക്. ഗുഡ്വിൽ ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മനസ്സിരുത്തി കാണേണ്ട ഒരു പോർഷനാണിത് കേട്ടോ. ഇതിൻ്റെ തിയറി പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്താണ് ഗുഡ്വിൽ എന്നുള്ളത്. If a firm renders good service to the customers who feel satisfied will come again and again, and the firm will be able to earn more profits in future. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ഓർഗനൈസേഷന് അതിൻ്റെ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് എന്ത് ഫീൽ ഉണ്ടാവും? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർ പിന്നീട് എന്ത് ആവശ്യം വരുമ്പോഴും വീണ്ടും വീണ്ടും ഇതേ ഓർഗനൈസേഷനിലേക്ക് തന്നെ വരാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ പ്രോഫിറ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ എത്രത്തോളം നല്ല സർവീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബിസിനസ് ഡെവലപ്സ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ഗുഡ് നെയിം, റെപ്യൂട്ടേഷൻ ആൻഡ് വൈഡ് ബിസിനസ് കണക്ഷൻസ്. അങ്ങനെ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷന് സ്വാഭാവികമായിട്ടും എന്തിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റും? ഒരു നല്ല പേര് ഉണ്ടാക്കാൻ പറ്റും, നല്ലൊരു റെപ്യൂട്ടേഷൻ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ എന്താണ് നല്ല ബിസിനസ് കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ തന്നെ ചില ഓർഗനൈസേഷൻസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയില്ലേ, ഓ അത് പുതിയ ഷോപ്പാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, എന്താ അവസ്ഥ എന്നറിയില്ല, മറ്റേത് എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു എന്ന് വരും. അപ്പൊ അവർക്ക് എന്തുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്? ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ദിസ് ഹെൽപ്സ് ബിസിനസ് ടു ഏൺ മോർ പ്രോഫിറ്റ്സ് ആസ് കമ്പയർഡ് ടു എ ന്യൂലി സെറ്റപ്പ് ബിസിനസ്. പുതിയതായിട്ട് ഉണ്ടാക്കിയ ഓർഗനൈസേഷനെ അപേക്ഷിച്ച് ഇത് മിക്കവാറും ബിസിനസ്സിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ഇൻ അക്കൗണ്ടിങ് ദി മോണിറ്ററി വാല്യൂ ഓഫ് സച്ച് അഡ്വാൻറ്റേജ് ഈസ് നോൺ ആസ് ഗുഡ്വിൽ. അപ്പൊ എന്തുണ്ടാവും? ഇങ്ങനെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു ഗുഡ് നെയിം അല്ലെങ്കിൽ അവരുടെ ആ പ്രോഫിറ്റ് ഇൻക്രീസിന് നമ്മളൊരു വാല്യൂ, അക്കൗണ്ടിങ്ങിലെല്ലാം അങ്ങനെയാണ് അല്ലേ, മോണിറ്ററി ടേംസിലാണ് നമ്മളെല്ലാം പറയാനായിട്ട് ശ്രമിക്കുന്നത്. ആ ഒരു അഡ്വാൻറ്റേജിന് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു അഡീഷണൽ ബെനിഫിറ്റിന് നമ്മളൊരു പേരിട്ട് വിളിക്കുകയാണ്. ആ പേരിന് എന്താണ് പറയുന്നത്? ഗുഡ്വിൽ എന്നാണ് പേര്. ഗുഡ്വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. കാണാൻ പറ്റാത്ത ഒരു അസറ്റാണ്. കാണാനോ തൊടാനോ സാധിക്കാത്ത അസറ്റുകളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ളത്. ഇവിടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതായത് നല്ല സർവീസ് കൊടുത്താൽ സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് കൂടും. അപ്പോൾ ഗുഡ്വിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റുമായി കണക്റ്റഡ് ആണ്. പ്രോഫിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ റെപ്യൂട്ടേഷൻ കൂടും, ഗുഡ് നെയിം ഇൻക്രീസ് ചെയ്യും. ആ ഒരു അഡ്വാൻറ്റേജിന് നമ്മൾ ഇട്ടിരിക്കുന്ന മോണിറ്ററി വാല്യൂ, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? ഗുഡ്വിൽ എന്നുള്ളത്. മനസ്സിലായോ? സൽപ്പേര് എന്നാണ് ഗുഡ്വില്ലിന്റെ മലയാളം മീനിങ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഗുഡ്വില്ലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫാക്ടേഴ്സ് എഫക്ടിങ് ദി വാല്യൂ ഓഫ് ഗുഡ്വിൽ. അതില് ഒന്നാമത്തെ ഫാക്ടർ ആണ് എന്ത്? നേച്ചർ ഓഫ് ബിസിനസ്. എന്ത് ബിസിനസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അത് ആരെ എഫക്ട് ചെയ്യും? ഗുഡ്വില്ലിനെ എഫക്ട് ചെയ്യും. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലതരം ബിസിനസ് ഓർഗനൈസേഷൻസിന് ആളുകളെ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലേണ്ടതില്ല, ആളുകൾ ഈ ഓർഗനൈസേഷനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അപ്പോൾ ഇവിടെ രണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണാനുണ്ടോ? ഒന്ന് എന്താണ്? വസ്ത്രങ്ങളുടെയാണ്. മറ്റൊന്ന് എന്താണ്? വെജിറ്റബിൾസ്, അതുപോലെ പഴങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ച് കസ്റ്റമേഴ്സിനെ തപ്പി അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല, അവർ നേരെ ഇങ്ങോട്ട് വന്നോളൂ. പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. ഇന്നിപ്പോൾ ഡ്രസ്സ് എടുക്കുക എന്ന് പറയുന്നത് വളരെ റെയർ ഒന്നുമല്ല. വർഷത്തിലോ ഒരെണ്ണോ രണ്ടെണ്ണോ ഒന്നുമല്ല. ഒരു കല്യാണം ഉണ്ടായാൽ, ഒരു എന്താണ് പിറന്നാൾ ഉണ്ടായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ വസ്ത്രങ്ങൾ അന്വേഷിച്ച് പോകുന്നുണ്ട്. ഒരു വർഷത്തിൽ തന്നെ ഒരു 5-6 ജോഡി ഡ്രസ്സൊക്കെ ഓരോരുത്തർക്കും എടുത്ത് കൂട്ടുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് വരും? കസ്റ്റമേഴ്സിനെ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടും. മാത്രമല്ല ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നല്ല സർവീസ് കൊടുക്കും കൂടി ചെയ്യുന്ന കടകളാണെങ്കിലോ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങോട്ട് തന്നെ പോകാനേ ശ്രമിക്കുള്ളൂ അല്ലേ? അതുപോലെ തന്നെയാണ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിനെ, ഇഫ് എ ഫേം ഡീൽസ് ഇൻ ഹൈ ക്വാളിറ്റി ഗുഡ്സ് ഓർ ഗുഡ്സ് ഓഫ് ഡെയിലി യൂസ്,
ഹൈ ക്വാളിറ്റി ഗുഡ്സ് ഡീൽ ചെയ്യുക. മാത്രമല്ല ഈ ഗുഡ്സ് എങ്ങനെയുള്ളതായിരിക്കും ചെയ്യുക, ഡെയിലി യൂസ്, നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ആവശ്യം വരുന്ന സാധനങ്ങളാവും ചെയ്യുക. ഇറ്റ് വിൽ ഹാവ് സ്റ്റഡി പ്രോഫിറ്റ്സ് ആസ് ഡിമാൻഡ് ഫോർ ദീസ് ഗുഡ്സ് വിൽ ബി സ്റ്റേബിൾ. അവിടെ എന്തുണ്ടാവും, ഒരു കൃത്യമായ പ്രോഫിറ്റ് ഉണ്ടാകും. മാത്രമല്ല ഈ ഗുഡ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേബിൾ ആണ് അല്ലെ. നമുക്ക് കൃത്യമായൊരു ഡിമാൻഡ് ഉണ്ടാവും. പച്ചക്കറിയൊക്കെ കഴിഞ്ഞവരെ ഉപയോഗിച്ചാൽ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് അത് വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഡ്രസ്സിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. സച്ച് ബിസിനസ് വിൽ ഹാവ് മോർ ഗുഡ് വിൽ. ഇങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ്, പഴം പച്ചക്കറിയും അല്ലെങ്കിൽ ഡ്രസ്സും മാത്രമല്ല കേട്ടോ, ഇതേപോലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഡെയിലി ലൈഫിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താണ്, മൊബൈൽ റിപ്പയറിംഗ് ഷോപ്പുകൾ, അതുപോലെ സിം കാർഡിന്റെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോപ്പുകൾ അല്ലേ, ഇവർക്കൊക്കെ നല്ല ഡിമാൻഡ് തന്നെയാണ്. നമുക്ക് ഡെയിലി ആവശ്യം വരുന്നുണ്ട് ഇവരെ. മാത്രമല്ല നമുക്ക് അത് നല്ല സർവീസ് അവിടുന്ന് കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാവും, റെപ്യൂട്ടേഷൻ കൂടും, അവരുടെ പ്രോഫിറ്റ് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, കൂടുതൽ ഗുഡ് വില്ല് എന്ന് പറയുന്ന ഒരു അവസ്ഥയും ഉണ്ടാകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ്, ലൊക്കേഷൻ ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ നിലനിൽക്കുന്നത് വളരെ തിരക്കുള്ള ഒരു ഏരിയയിലാണ് എങ്കിൽ അവിടെ കൂടുതൽ ആരുണ്ടാവും, കസ്റ്റമേഴ്സ് എത്താൻ സാധ്യതയുണ്ട്. കസ്റ്റമേഴ്സ് കൂടുതൽ വരുമ്പോൾ എന്ത് കൂടും, പ്രോഫിറ്റ് കൂടും. പ്രോഫിറ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് കൂടും, ഗുഡ് വില് കൂടും അല്ലെ. അങ്ങനെയല്ലേ പറയാ നമ്മളൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് കോഴിക്കോടുള്ള എസ്എൻ സ്ട്രീറ്റിന്റെ ഫോട്ടോ ആണ് കേട്ടോ. എത്രത്തോളം കസ്റ്റമേഴ്സ് ആണ്, ആളുകളാണ് കൂടി പാസ് ചെയ്യുന്നത് നോക്കി നോക്കൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ സൈഡുകളിലുള്ള കടകളിൽ ആളുകളുടെ ആക്സസിബിലിറ്റി കൂടുതലായിരിക്കും. ആളുകൾ ഒരുപാട് അങ്ങോട്ട് കടന്ന്, കസ്റ്റമേഴ്സ് ഒരുപാട് അങ്ങോട്ട് കടന്ന് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വർദ്ധിക്കും, പ്രോഫിറ്റ് കൂടും. If it is centrally located in a place having more customer traffic, the goodwill tends to be high. ഒരു ഓർഗനൈസേഷൻ ഒരുപാട് കസ്റ്റമർ ട്രാഫിക് ഉള്ള, കസ്റ്റമേഴ്സ് ഒരുപാട് പാസ് ചെയ്യുന്ന ഒരു ഏരിയയിലാണെങ്കിൽ ഗുഡ്വിൽ എങ്ങനെയായിരിക്കും, ഹൈ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഫാക്ടർ നമുക്കൊന്ന് നോക്കാം. എന്താണ് പറയുന്നത്, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി. വെൽ മാനേജ്ഡ് ഓർഗനൈസേഷൻസ്, നമുക്ക് ചില കടകളിൽ ചെന്നാൽ തന്നെ അറിയാം എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. അവിടെ ചെല്ലാനും നമുക്ക് ഇഷ്ടമായിരിക്കും, സാധനങ്ങൾ വാങ്ങിച്ചു പോരാനും നമുക്ക് ഇഷ്ടമായിരിക്കും. ആ ഒരു എഫിഷ്യൻസി മാനേജ്മെന്റിനുണ്ട് എങ്കിൽ അത് എല്ലാ തലത്തിലും ആവശ്യമാണ് കേട്ടോ. മാനേജ്മെന്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമല്ല, ഓവറോൾ മാനേജ്മെന്റ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ സ്ഥാപനങ്ങൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവും. ആ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുമ്പോൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അവിടെ എന്തുണ്ടാവും, ഗുഡ് വില്ലിന്റെ വാല്യൂവും ഇൻക്രീസ് ചെയ്യും. A well-managed concerns usually enjoy the advantage of high productivity and cost efficiency. അവർക്ക് എന്ത് കുറയ്ക്കാൻ സാധിക്കും, കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് നിർത്താൻ സാധിക്കും, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ സാധിക്കും. ഇതൊക്കെ എവിടേക്ക് ലീഡ് ചെയ്യും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസിലേക്ക് ലീഡ് ചെയ്യും. ദിസ് ലീഡ്സ് ടു ഹയർ പ്രോഫിറ്റ്സ് ആൻഡ് സോ ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൾസോ ബി ഹൈ. സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, ഗുഡ് വില്ലിന്റെ വാല്യൂവും കൂടുതലായി വരും. ഇനി അടുത്ത ഫാക്ടർ എന്താണെന്ന് നോക്കാം. എന്താണത്, മാർക്കറ്റ് സിറ്റുവേഷൻ. ഇവിടെ നമുക്കൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. എന്താണിത്, വിൻഡോസിന്റെ സിമ്പിൾ ആണ്. വിൻഡോസ് അതിൽ എഴുതിയിട്ടുണ്ട് അല്ലെ. എന്താ പറയുന്നത്, ദി മൊണോപ്പൊളി കണ്ടീഷൻ or limited competition enables the concern to earn high profits which leads to higher value of goodwill. ഇവിടെ മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തകയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു തന്നിട്ടുള്ള പിക്ചറിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വേറെ ഉണ്ട്, എങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്, വിൻഡോസിനെയാണ് അല്ലെ. ഇപ്പൊ ഉബുണ്ടു മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, നമുക്കറിയാം ഈ ഉബുണ്ടു ഉണ്ട് എന്നുള്ളത്. എന്നാലും നമ്മൾ ആരെയാണ് കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, വിൻഡോസിനെയാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വിൻഡോസിനെയാണ്. യൂട്യൂബ് നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടെ ഒരു മൊണോപ്പൊളിയാണ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ലെവൽ വളരെ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും, പ്രോഫിറ്റ് കൂടും. ഈ മൊണോപ്പൊളിസ്റ്റിക് ആയ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് കൂടും. ആ ഹയർ പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ അത് തീർച്ചയായിട്ടും വിച്ച് ലീഡ്സ് ടു ഹയർ വാല്യൂ ഓഫ് ഗുഡ് വിൽ, ഹയർ വാല്യൂ ഓഫ് ഗുഡ് വില്ലിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഫാക്ടർ എന്താണ്, സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇതിലൊരു മാരുതി സുസുക്കി എന്ന് പറയുന്ന ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. A firm that enjoys special advantages like import licenses, low rate and assured supply of electricity, long-term contract for supply of materials, well-known collaborators, patents, trademarks, etc. enjoy higher value of goodwill. ഇവിടെ എന്താണ് പറയുന്നത്, ഒരു എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സ്പെഷ്യൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടാവാം, പ്രത്യേകിച്ച് ഇമ്പോർട്ട് ലൈസൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്താണ്, ഇലക്ട്രിസിറ്റി കുറഞ്ഞ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ
സപ്ലയേഴ്സുമായിട്ട് ലോങ് കോൺട്രാക്ട് ആണെങ്കിൽ പെട്ടെന്ന് എമൗണ്ട് ഇതാക്കേണ്ട ആവശ്യം, ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മാത്രമല്ല നല്ല കൊളാബറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ മാരുതി സുസുക്കി എന്ന് പറയുന്നത് മാരുതിയും സുസുക്കി രണ്ട് ഓർഗനൈസേഷൻസിന്റെ കോമ്പിനേഷൻ ആണ് അല്ലെ. വെൽ കൊളാബറേറ്റേഴ്സ് ആണ് എങ്കിൽ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇപ്പൊ മാരുതി ആ സിമ്പിൾ ഒക്കെ എല്ലാവർക്കും പരിചിതമാണ്. ഒരു മിഡിൽ ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആരെ പറ്റിയാണ് ആദ്യം ചിന്തിക്കുക? ഈ പറഞ്ഞ ഓർഗനൈസേഷന്റെ വണ്ടികളെ പറ്റിയിട്ടാണ്. കാരണം സർവീസിന്റെ ചെലവുകളും ഒക്കെ താരതമ്യേന മറ്റ് അതുകളെ വെച്ച് കുറവാണ്. പ്രൈസ് കുറവുള്ള കാറുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഹയർ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഉണ്ടാവും. കാരണം പ്രോഫിറ്റ് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവിടെ ഗുഡ് വില്ലിന്റെ വാല്യൂവും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 5 ഫാക്ടേഴ്സ് ആണ് വാല്യൂ ഓഫ് ഗുഡ് വില്ലിനെ ഇഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ശരിയല്ലേ? ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് എന്താണ്? നീഡ്. എപ്പോഴൊക്കെയാണ് നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ, ഗുഡ് വില്ലിന്റെ വാല്യൂഷൻ ആവശ്യമുള്ളത്? നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞ അതേ സിറ്റുവേഷൻസിലെല്ലാം തന്നെ ഗുഡ് വില്ലിന്റെ വാല്യൂഷനും ആവശ്യമാണ്. ഏതൊക്കെയായിരുന്നു ആ സിറ്റുവേഷൻസ്? ഓർമ്മയുണ്ടോ? ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് എന്ത്? ചേഞ്ച് ഇൻ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ്സ് ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സ് അവരുടെ റേഷ്യോ ചേഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 1:1 എന്നുള്ള റേഷ്യോ മാറ്റി 1:2 ആക്കി. അവിടെ എന്ത് വേണ്ടി വരും? ഗുഡ് വില്ലിന്റെ വാല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. അടുത്തൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് നോക്കാനുള്ളത്. എന്താണ്? അഡ്മിഷൻ. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, ഇതാണ് നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്ത് ആവശ്യം വരും? ഗുഡ് വില്ലിന്റെ വാല്യൂഷൻ, ഗുഡ് വിൽ ഒന്നുകൂടി റീവാല്യൂ ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും. ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ഏതാണ് വരുന്നത്? റിട്ടയർമെന്റ്. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചു. ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വിൽ വീണ്ടും വാല്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തൊരു സിറ്റുവേഷൻ ആണ് എന്ത്? ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോഴും എന്തുണ്ടാവുന്നു? മൊത്തം ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറ്റം വരുന്നു. അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വില്ലിന്റെ വാല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് എന്താണ്? ഡിസൊല്യൂഷൻ. ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം, അല്ലെങ്കിൽ എന്താണ്? സെയിൽ ഓഫ് ബിസിനസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ബിസിനസ് ഓർഗനൈസേഷൻ വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അവസാനമായി അല്ലേ ഓർഗനൈസേഷന്റെ? അപ്പൊ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വിൽ വാല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. ദെൻ ലാസ്റ്റ് സിറ്റുവേഷൻ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? അമാൽഗമേഷൻ. എന്താണ് അമാൽഗമേഷൻ എന്ന് പറഞ്ഞാല്? ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് യോജിക്കുന്നതിനെ പറയുന്ന പേരാണ് അമാൽഗമേഷൻ. പിന്നെ ആ രണ്ട് കമ്പനികൾ എന്നുള്ളൊരു നിലനിൽപ്പ് ഉണ്ടാവില്ല. ഒരുമിച്ച് ഒറ്റ കമ്പനി ആയിട്ടുള്ള നിലനിൽപ്പേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഏത് കമ്പനിയാണോ അമാൽഗമേറ്റ് ചെയ്യുന്നത്, ആ കമ്പനിയുടെ മുഴുവൻ അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും എല്ലാം ഓൾറെഡി ഉള്ള ആ കമ്പനിയിലേക്ക് ചെന്ന് ചേരുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് ഓർഗനൈസേഷൻസ് യോജിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരുന്നു? ഒരു നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വരുന്ന എന്ത് മാറ്റവും, ആ മാറ്റങ്ങളെല്ലാം എവിടേക്ക് ലീഡ് ചെയ്യുന്നു? ഗുഡ് വില്ലിന്റെ വാല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു റീകോൺസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് എപ്പോഴൊക്കെയാണെന്നുള്ളത്. ആ സിറ്റുവേഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഗുഡ് വില്ലിന്റെ വാല്യൂഷൻ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് ഫാക്ടേഴ്സ് ആയിരുന്നു അല്ലെ. എന്തൊക്കെയാ ഫാക്ടേഴ്സ് ആണ് ഗുഡ് വില്ലിനെ എഫക്ട് ചെയ്യുന്നതെന്നാണ് പഠിച്ചത്. ഒന്നെന്താണ്? നേച്ചർ ഓഫ് ബിസിനസ്. ഏത് തരം ബിസിനസ് ആണ് ഓർഗനൈസേഷൻ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമുള്ള സാധനങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും? ബിസിനസ് കൂടും, പ്രോഫിറ്റ് കൂടും, ഗുഡ് വില്ല് കൂടും. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? ലൊക്കേഷൻ. സെൻട്രലി ലൊക്കേറ്റഡ് ആണെങ്കിൽ, ഒരുപാട് കസ്റ്റമർ ട്രാഫിക് ഉള്ള ഏരിയയിലാണെങ്കിൽ അവിടെ ബിസിനസ് കൂടും, പ്രോഫിറ്റ് കൂടും, ഗുഡ് വില്ല് കൂടും. അടുത്ത എന്താണ്? എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. വെൽ എഫിഷ്യന്റ് ആയിട്ടുള്ള, വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് എങ്കിൽ അവിടെ എന്തുണ്ടാവും? കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് വരും, പ്രോഫിറ്റ് കൂടും, അവിടെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ഗുഡ് വില്ല് കൂടും. അടുത്തത് എന്താ പറഞ്ഞത്? മാർക്കറ്റ് സിറ്റുവേഷൻ. മൊണോപ്പൊളിസ്റ്റിക് സിറ്റുവേഷൻ ആണെങ്കിൽ ആ മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ഓർഗനൈസേഷനെ സംബന്ധിച്ച് കോമ്പറ്റീഷൻ ആരും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഫുൾ പ്രോഫിറ്റും അവർക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് വളരെ ഹൈക്ക് ആവുമ്പോൾ ഗുഡ് വില്ലും അത്ര തന്നെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അടുത്തത് എന്താണ്? സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് കുറഞ്ഞ ചെലവിൽ ഇലക്ട്രിസിറ്റി കിട്ടുക, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നല്ല കൊളാബറേഷൻസ് ഉണ്ട് എങ്കിൽ ഒക്കെ അവർക്ക് എന്താണ്? ആ ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ, പ്രോഫിറ്റ് കൂട്ടാനും ഗുഡ് വില്ല് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സ് ആണ് എന്ത് പറയുന്നത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദി വാല്യൂ ഓഫ് ഗുഡ് വിൽ എന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? നീഡ് ഫോർ വാല്യൂഷൻ ഓഫ് ഗുഡ് വിൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെ സിറ്റുവേഷൻ ആണ് എന്നുള്ളത്. അതെല്ലാം കൂടെ നമുക്കൊന്ന് നോക്കാം.
എന്തൊക്കെയായിരുന്നു? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുമ്പോൾ ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ടി വരും. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ വാല്യൂ ചെയ്യേണ്ടി വരും. റിട്ടയർ ചെയ്യുമ്പോൾ വാല്യൂ ചെയ്യണം. ഡെത്ത് സംഭവിക്കുമ്പോൾ വാല്യൂ ചെയ്യണം. ഓർഗനൈസേഷൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ, ഡിസൊല്യൂഷൻ വരുമ്പോൾ അവിടെ ഗുഡ്വില്ലിന്റെ വാല്യൂഷൻ നടത്തണം. ലാസ്റ്റ് വൺ എന്താണ്? അമാൽഗമേഷൻ. ഒരു ഓർഗനൈസേഷൻ മറ്റൊരു ഓർഗനൈസേഷനുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ, ഒന്ന് മറ്റൊന്നിലേക്ക് അമാൽഗമേറ്റ് ചെയ്യുമ്പോൾ, ലയിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ നടത്തേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് ഗുഡ്വില്ലിന്റെ തിയറി പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.